എത്ര സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഞാൻ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണതേ കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് കരുതിയതാണ്. നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ ഈ സാമുദായിക സംഘടനകളും മതസംഘടനകളിലൊക്കെ വന്ന ഒരു മാറ്റം നമ്മൾ കാണണം. ഓരോ പള്ളി കമ്മിറ്റികളും ഓരോ അമ്പല കമ്മിറ്റികളും ഓരോ ക്രിസ്ത്യൻ പള്ളി കമ്മിറ്റികളൊക്കെ ആ നാടിന് നിരക്കാത്ത മാതിരിയുള്ള, നാട് വളരുമ്പോൾ പള്ളി മദ്രസും അതുപോലെ തന്നെ അമ്പലങ്ങളും ക്രിസ്ത്യൻ പള്ളികളൊക്കെ വളരണം, അതൊക്കെ ഒരു സാധാരണയാണ്. പക്ഷെ ഒരു മത്സരമായിട്ട് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ട് വരുന്നതാണ്. ഇത് നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം അത് തന്നെയാണ്. കാരണം എന്താ വെച്ചാല് ഓരോ പള്ളി 8 ലക്ഷം കോടിയാണെങ്കിൽ മറ്റേ പള്ളി 10 കോടിയാണ്, മറ്റേ പള്ളി 12 കോടിയാണ്. ഇതൊക്കെ മാറ്റെടുത്ത് വരുമ്പോഴും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. കുറെയൊക്കെ ഒരു മയൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു അമ്പല കമ്മിറ്റിയോ ഒരു ക്രിസ്ത്യൻ പള്ളിന്റെ കമ്മിറ്റിയൊക്കെ ആവുമ്പോൾ നമുക്കറിയാം, ആ കമ്മിറ്റിയിൽ ഒരു 400 കുടുംബം ഉണ്ടെങ്കിൽ ഒരു 50 കുടുംബം ആവറേജ് ജീവനുള്ള ഉണ്ടാവുള്ളൂ. അത്യാവശ്യം ഒരു 10 കുടുംബങ്ങളെ നല്ല സാമ്പത്തികങ്ങളുണ്ടാവുള്ളൂ. ഓർക്ക് ചിലപ്പോൾ മുടക്കൊന്നുമില്ലാതെ സമ്പാദിച്ചാണ്ട് കിട്ടുന്നുണ്ടാവും. പക്ഷെ മറ്റുള്ളവരും അതുകൂടെ കൊടുത്ത് 50 ലക്ഷം, 1 കോടി, 2 കോടി, 3 കോടിയൊക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പള്ളിക്കും ഒക്കെ ചെയ്യുമ്പോൾ ആ നാട്ടിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ റോഡ് സൈഡിൽ കൂടെ ഒക്കെ ഞാനും നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം, നമുക്ക് ബക്കറ്റേറ്റ് 10ഉം 20ഉം ആൾക്കാർ ബക്കറ്റേറ്റ് നിൽക്കണ്. കിഡ്നി പോയിന്, ലിവർ പോയിന്, മാരാരോഗം, കേൾക്കാത്ത രോഗം എന്നൊക്കെ പറഞ്ഞ് ബക്കറ്റുമ്മൽ ഒട്ടിച്ച് കുറേയൊക്കെ തട്ടിപ്പും മറ്റുമൊക്കെ ആയിട്ടുണ്ടാവും. എന്നാൽ പോലും ഇതൊക്കെ റോട്ടിൽ പെരുക്കണം എന്തിനാണ്? ഞാൻ പറഞ്ഞു വരുന്നത് പള്ളി മൂടിയെടുപ്പിക്കണ്ട, അല്ലെങ്കിൽ പള്ളിക്കൽ ഒന്നും പിരിവ്, അതൊന്നും നല്ല വിഷയം. ആ ഒരു മയല് കമ്മിറ്റിയിൽ പലിശരഹിത വായ്പ കൊടുക്കുക. ആ കുടുംബത്തിൽ ആ മയല് കമ്മിറ്റിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ആണെങ്കിൽ ആ മയലിൽ പട്ടിണി കിടക്കാത്ത കുടുംബങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. അതുപോലെ ഓരോ രോഗികളെ മരുന്നായി കൊടുക്കാൻ സഹായിക്കുക. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ നമുക്കൊക്കെ ഇപ്പോൾ മഞ്ചേരിയിലൊക്കെ അടുത്താവുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു വീടുകളിൽ ഒരു മയല് കമ്മിറ്റി മൊത്തത്തിൽ ആ നാട്ടിലെ ജനങ്ങളെ പ്രയാസത്തിന് കട്ടില്, അതുപോലെ ഈ എല്ലാ സാധനങ്ങളും അതുപോലെ സഹായിക്കുക. അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കുക, അവർക്കൊരു സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുക്കുക. എന്റെ നാട്ടിലൊക്കെ കുറെ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാവരും തുടങ്ങുക. അല്ലാതെ ഒരു പള്ളി അമ്പലത്തിൽ 3 ആനയാണെങ്കിൽ അങ്ങനത്തെ അമ്പല കമ്മിറ്റിയിൽ 6 ആന കൊണ്ടുവരിക, എന്നിട്ട് പൂരം ഉണ്ടാക്കുക, ഇല്ലാത്ത പൂരം ഉണ്ടാക്കിച്ചുക, പള്ളിക്കലില്ലാത്ത ചടങ്ങുകളും നേർച്ചകളും ഉണ്ടാക്കുക. എന്നിട്ട് പുതിയ കമ്മിറ്റികൾ തൊട്ടപ്പുറത്തെ മയലിൽ ഒരു വാസി പിടിച്ച് ഈ മയലിൽ അങ്ങനെ ആക്കുക, അവിടുത്തെ മാതിരി ജീവിക്കാം. നാട്ടിൻപുറമുള്ള പള്ളികൾ നമ്മളിപ്പോൾ കാണണം. ഞാൻ പെരിന്തൽമണ്ണക്ക് പോയപ്പോൾ MES മെഡിക്കൽ കോളേജൊക്കെ പോയപ്പോൾ വയ്യില് 21 ആളെ പണ്ട് ബ്രിട്ടീഷുകാരെ 921 മുമ്പ് കൊന്ന് ഒരു കിണറ്റിലിട്ട് ആ പള്ളിയും അതും കണ്ടു. പക്ഷെ അവിടെ ആ പള്ളി അതുപോലെ നിലനിർത്തി അങ്ങേപ്പുറത്ത് വേറൊരു പള്ളി വാർത്തുണ്ടാക്കി നിസ്കരിക്കുകയാണ്. ആ ചരിത്രം അവിടെ ഊണുന്നുണ്ട്. ഇന്ന് പള്ളി JCB കൊണ്ട് മാന്തിയിട്ട് പണ്ടത്തെ കാലത്ത് വായക്കൊല വെട്ടും കൃഷിണ്ടാക്കിയും അധ്വാനിച്ചും 1 റുപ്യക്കും 3 റുപ്യക്കും പണിയെടുത്ത് 1 റുപ്യ 50 പൈസയും 2 റുപ്യയും 10 റുപ്യയും പള്ളിയേക്ക് സംഭാവന കൊടുത്തിരുന്ന പള്ളികളെല്ലാം പൊളിച്ച് നിരത്തി JCB കൊണ്ട് ഇന്നത്തെ ആധുനിക യുഗത്തില് ഏത് പൈസയിലും അല്ല, പള്ളിക്കും അമ്പലത്തിനും മതകാരണങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റാത്ത പണം വരെ ഉപയോഗിച്ച് മോടി പിടിപ്പിച്ച് വളരെ ഒരു സംഭവമായിട്ട് സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് ഇന്ന് അത് ഈ നാടിനും ഈ നാട് ഏറ്റവും ഇന്ന് പ്രതിസന്ധി വരുന്ന. എന്നാൽ ഒരു നാട്ടിൽ 10-12 മുതലാളിമാർ ജീവനുണ്ടാവും. ഒരു മീഡിയം ലെവലിലേക്ക് ജീവിക്കണോല് ഒരു 10, 25, 50 കുടുംബം ഉണ്ടാവും. ആ മയലിൽ 400 കുടുംബം ഉണ്ടെങ്കിൽ ആ 400 കുടുംബവും ആ മയല് കമ്മിറ്റിയിൽ എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ സഹായിക്കാഞ്ഞാല് വളരെയധികം മോശമാണ്. അവരാ കുടുംബത്തിൽ എല്ലാം കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് അധികമായിട്ട് ആഡംബരമില്ലാതെ ആ മഹലിലെ രോഗികളെയും അവിടെയുള്ള കുട്ടികളെ കല്യാണം കഴിക്കാനും അവരെ സഹായിക്കാനും വയസ്സന്മാരെ സഹായിക്കാനും അതിന് എതിർത്തപ്പെടുമ്പോൾ അവിടെ ജാതി മത ഇതിനെതിരെ നല്ലോണം നമ്മൾ റെഡിയാക്കി മുന്നോട്ട് പോയാൽ ഈ നാട് നല്ല നിലക്ക് പോകാം. ഈ അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി ഇതിന്റെ അടിയിൽ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് എന്റെ തന്തക്കം തളക്കം വിളിക്കണ്ട, ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞാണ്. കുറെ കാലങ്ങളായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. പണ്ടത്തെ കാലത്ത് ആൾക്കാരുടെ സമ്പാദ്യം കറകളഞ്ഞ പണമാണ്. ഇന്ന് എങ്ങനെ ഉണ്ടാക്കുന്ന പണമായാലും വേണ്ട മോടി പിടിപ്പിച്ച AC ഒക്കെ നല്ലതാ. ഞാൻ ഇപ്പോൾ ഒരു പള്ളിയിൽ അടുത്ത് കയറിയപ്പോൾ 5000 കുടുംബങ്ങളുള്ള പള്ളി വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഞാൻ ചുങ്കത്തെ പള്ളി, ഫറൂഖ് പേട്ടിയിലെ പള്ളി 5000 കുടുംബത്തിന്റെ അടുത്തുണ്ട് അവിടെ. അതുപോലെ തന്നെ ആഡംബരമായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ അനുഭവിക്കുക. നമ്മളെ ഇടയിലെല്ലാം പട്ടിണി കിടക്കുന്നവരും അർഹതല്ലാതെ ജീവിക്കാൻ പ്രയാസപ്പെടുന്നവരും ഉണ്ട്. അവരെ സന്ദർശിക്കാനും മയല് കമ്മിറ്റികളും അമ്പല കമ്മിറ്റികളും ക്രിസ്ത്യൻ പള്ളി കമ്മിറ്റികളും ഒക്കെ മെനക്കെട്ട
നാട്ടിൽ ബക്കറ്റായിട്ട് റോട്ടിൽ ഇറങ്ങണത് കുറെ നിൽക്കും. നമ്മളെ പ്രവാസികള് രാപ്പകലിലാ കഷ്ടപ്പെടുന്ന അതിലെ വിയർപ്പാണ് ഇന്ന് കേരളത്തില് പല രോഗികളെയും പലവരെയും വെക്കണത്. അത് ചൂഷണം ചെയ്യുന്ന കുറെ ആൾക്കാർ അതുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാ ഗണി അവനാന്റെ നാട്, അവനാന്റെ മയൽ കമ്മിറ്റി, അവനമ്പർ കമ്മിറ്റി, പള്ളി കമ്മിറ്റി, ഇവർ ക്രിസ്ത്യൻ പള്ളി കമ്മിറ്റി, ഇവരൊക്കെ നല്ല നിരക്ക് നാടിനെ സ്നേഹിക്കാൻ പഠിക്കുക ആദ്യം. വെറും ഒരു പള്ളിയും അതിന്റെ ചുറ്റും പറ്റി മാത്രമല്ലാതെ സമൂഹത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് തെളിയിക്കാനുള്ള ഒരു പദ്ധതി വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.